ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ 5 ടിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻവിസിബിൾ സിബ് മുതൽ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യുന്നതും ഫ്രണ്ട് പ്ലാക്കറ്റ്, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഓപ്പണിംഗ് ഒക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു പോണത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഓപ്പണിംഗ് ആണ്. എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു മെത്തേഡായിരിക്കും നമ്മുടെ ഫ്രണ്ടിലെ പ്ലാക്കറ്റ് വരുന്ന രീതിയിൽ. അതായത് പലരും രണ്ട് കട്ടിങ് ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടിൽ പ്ലാക്കറ്റ് ഇടുന്നത്. നമ്മൾ ഒറ്റ പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പ്ലാക്കറ്റ് ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 3 ഇഞ്ചിലുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഫോൾഡിങ് ചെയ്ത് 2 അറ്റവശം 4 ഇഞ്ച് വീതിയിൽ മടക്കി അയൺ ചെയ്താണ് നമ്മളിവിടെ തയ്ക്കുന്നത്. അയൺ ചെയ്ത് തയ്ക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചു പോകാവുന്നതാണ്. ഒറ്റ അടി, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒറ്റ അടിയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് പ്ലാക്കറ്റിൻ്റെ നീളം എടുത്തിട്ട് നോച്ചസ് ഇടുകയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വേണ്ടത്, നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമാണ് വേണ്ടതെങ്കിൽ, അതായത് അടിവശം നിരപ്പായിട്ടാണ് വേണ്ടതെങ്കിൽ അതേപോലെ ഫോൾഡ് ചെയ്യും. അല്ലാത്ത പക്ഷം നമുക്ക് ചെറിയ കോൺ പോലെ ആകൃതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ അത് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ഭാഗത്ത് 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് കാരണം നമ്മൾ വലിക്കുമ്പോൾ മൊത്തമായി തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നത്. മൂലവശങ്ങളിൽ ഫിനിഷിങ്ങിൽ സൂചി നിർത്തി സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ സെയിം കളർ നൂലിൽ ഉപയോഗിച്ച് തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പ്ലാക്കറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈ ഒരു മെത്തേഡ് എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ള മെത്തേഡായിരിക്കും അറിയാം, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഒറ്റ ഫാബ്രിക്കിൽ നമുക്ക് ഫ്രണ്ട് പ്ലാക്കറ്റ് ഫിനിഷ് ചെയ്യാം എന്നാണ് ഈ ഒരു ടിപ്പിൻ്റെ പ്രത്യേകത. ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും എത്ര വേഗത്തിലാണ് നമ്മൾ ചെയ്തതെന്ന്. ഇനി നമുക്ക് അടുത്തായിട്ടൊരു പോക്കറ്റ് ചെയ്യണം നോക്കാം. അതിനായിട്ട് നമ്മളൊരു 7 ഇഞ്ച് വീതിയിൽ നീളത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് 5 ഇഞ്ചിൻ്റെ കർവിലാണ് നമ്മൾ കർവ് ഇട്ടിരിക്കുന്നത്. കാരണം ഏകദേശം ഒരു കൈ കടത്താനുള്ള പാകത്തിന്, നമ്മളിപ്പോൾ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ സിഗരറ്റ് പാൻറ്റിനൊക്കെ നമ്മളിപ്പോൾ പോക്കറ്റ് അടിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ പലർക്കും എങ്ങനെയാണ് പോക്കറ്റ് അടിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അതെല്ലാവർക്കും അറിയേണ്ട രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം നോച്ചസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ആ പോർഷൻ കർവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ നോച്ചസുകൾ ഇട്ടെടുത്ത് അതിനുശേഷം നമ്മളൊന്ന് നെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നിങ്ങനെ കൈകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മേലെ അടിക്കാൻ പോവാണ്. ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇതടിക്കുന്നത് അത് സ്റ്റിച്ച് കംപ്ലൈൻ്റ് ആവാതിരിക്കുക, അതായത് നമുക്ക് അത് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് അടിക്കുന്നത്. ഇത് നമുക്ക് പാൻറ്റിൻ്റെ അതേമാതിരി തന്നെ ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോക്കറ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന പോക്കറ്റാണ്. ഈ 7 ഇഞ്ചിൻ്റെ തന്നെ നമ്മളിപ്പോൾ 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കളറിൽ ചെയ്യണത്. അല്ലെങ്കിൽ ഒരു കളറിൽ തന്നെ സെയിം പാൻറ്റിൻ്റെ തുണിയിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 2 കളറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ജസ്റ്റ് സെൽവിലാണ് അടിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ നമ്മൾ കട്ടിങ് പോർഷൻ, അതായത് നമ്മൾ എഡ്ജ് കട്ട് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ നാര് പോരുന്ന തുണിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സീം ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ മറച്ചിട്ടിട്ട് 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലാസ്റ്റിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് മുതൽ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ടിപ്പുകൾ വരെ നമ്മളതിൽ പറയുന്നുണ്ട്.
ഇനി നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചു പോവുകയാണ് ചെയ്യുന്നത്. പോക്കറ്റ് അടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു ജോലിയാണ്. ഈ ഒരു ടിപ്പ് കാണുന്നതിലൂടെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇനി പോക്കറ്റ് തയ്ക്കാൻ പറ്റും. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയുണ്ട് പോക്കറ്റ് വന്നതെന്നുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഏകദേശം ഒരു 3-4 മിനിറ്റ് മതി നമുക്കൊരു പോക്കറ്റ് അടിക്കാൻ. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമ്മൾ അതിന് ആൻസർ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്മോൾ പോക്കറ്റ് ഇവിടെ റെഡി. ഇനി നമുക്ക് എല്ലാവർക്കും ബാക്കിൽ ഓപ്പണിങ് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത മാതിരി ഫ്രണ്ടിൽ നമ്മൾ ലെങ്ത് വൈസിലാണ് എടുത്തതെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ ചെറിയ ഓപ്പണിങ്ങിന് നമ്മൾ ക്രോസ് പീസാണ് ഉപയോഗിക്കുന്നത്. ബാക്കിൽ കുട്ടികളുടെ ഉടുപ്പിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്തി സ്ലീവുള്ള ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ അടിഭാഗത്തായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണിത്. അതിനായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഏകദേശം എത്ര ഓപ്പണിംഗ് വേണോ അതിനനുസരിച്ച് എടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് പീസും അതേ വലിപ്പം തന്നെ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇപ്പോൾ 2 കോൺട്രാസ്റ്റ് കളർ കാണിച്ചിരുന്നതിന് കാരണം നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ക്രോസ് പീസ് ഉപയോഗിച്ച് എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട് ഓപ്പണിങ് ചെയ്ത് അതേമാതിരി തന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെയും അതേപോലെ തന്നെ ബാക്ക് സൈഡിലത്തെ ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്നെങ്കിലും ഫ്രണ്ടിൽ ചെയ്ത മാതിരിയല്ല ഈ ചെറിയ ഓപ്പണിംഗ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ക്രോസ് പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം ഏകദേശം നമ്മൾ ആവശ്യത്തിനടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കോർണർ വശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മളിപ്പോൾ. അതിനുശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചത് കാണാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോണത്. ഒരു എൽ ആകൃതിയിൽ ഒന്ന് ജസ്റ്റ് അടിവശത്തൊന്ന് എൽ ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എല്ല് കുറച്ച് ബെൻഡായിട്ടുള്ള എല്ലാണ്, അതായത് താഴത്തേക്ക് കുറച്ച് ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ ആകൃതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫിക്സായി. ഇനി നമുക്ക് അവിടെ ബട്ടൺ വെക്കാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് ഹുക്ക് വെക്കാം, അങ്ങനെ എന്തെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ക്രോസ് പീസ് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് സിബ് വയ്ക്കുന്നത് എങ്ങനെയാണ്? സാധാരണ സിംഗിൾ സിബാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സാധാരണ സിംഗിൾ സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി അതിനായി 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സിബ് വയ്ക്കേണ്ട ഭാഗം നമ്മൾ ഒന്ന് ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എവിടം വരെയാണ് സിബ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കാരണം ബാക്കിയുള്ള വശം നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. ഓപ്പൺ ചെയ്ത് രണ്ട് ഭാഗത്തും തുണികൾ നിവർത്തിയിട്ടൊന്ന് ജസ്റ്റ് കൈകൊണ്ട് എടി കൊടുക്കുക. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. അയൺ ബോക്സ് ചൂടുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ കൈകൊണ്ടൊന്ന് നഖ ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമുക്കിനി സിബിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം കറക്റ്റ് സിബ് ഇരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തില്ല, ആ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ, കാരണം അവിടെ സ്ക്വയർ അടിച്ച് പോകണം.
ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ചുരിദാറിനായാലും അതേപോലെ തന്നെ ഇപ്പോൾ ബാഗ്, പേഴ്സ് അങ്ങനത്തെ ഐറ്റംസ്, നമ്മുടെ പില്ലോ കവറ്, കുഷ്യൻ കവറ് അങ്ങനെ ഉള്ള പല ഐറ്റംസിനും നമുക്ക് വയ്ക്കാവുന്ന ഒരു സിബിൻ്റെ മെത്തേഡാണിത്. എല്ലാ സ്റ്റിച്ചിങ് അറിയാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണിത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സിംഗിൾ സിബ് ഇവിടെ വയ്ക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവും സ്റ്റിച്ച് റിമൂവർ. സ്റ്റിച്ച് റിമൂവർ, ത്രെഡ് റിമൂവർ എന്ന പല പേരിൽ നമ്മളിത് അറിയപ്പെടുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സിബ് ഏത് ഭാഗം വരെയാണ് ഓപ്പണിങ് വേണ്ട അവിടെ വരെ ഒന്ന് അഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ട് കണ്ട വളരെ ഫിനിഷിങ്ങിലായിട്ട് നമ്മുടെ സിബ് റെഡി. ഇനി അടുത്ത് നമ്മൾ ഇൻവിസിബിൾ സിബാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമുക്ക് സിംഗിൾ ചവിട്ടി ആവശ്യമാണ്. സാധാരണ ഡബിൾ ചവിട്ടി അഴിച്ചു മാറ്റിയതിന് ശേഷം സിംഗിൾ ചവിട്ടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സിംഗിൾ ചവിട്ടി ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടം വരെയാണ് സിബ് വേണ്ടത്, അതായത് നമ്മൾ ഫസ്റ്റത്തെ സിബ് ചെയ്ത പോലെ തന്നെ ചെയ്യുന്നില്ല. കാരണം നമുക്ക് സിബ് എവിടം തൊട്ടാണോ വേണ്ടാത്തത് ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. തുണി നിവർത്തിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റത്തെ നോർമൽ സിബ് വെച്ച മാതിരി തന്നെ നമ്മളൊന്ന് കൈകൊണ്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ആ ഭാഗം ഫോൾഡ് ചെയ്ത് അവിടെ ഒരു പാട് വരുത്തുക. നമ്മൾ ആ ഫോൾഡിങ്ങിൻ്റെ പാട് വരുത്താണ് ചെയ്യുന്നത്. അതിനുശേഷം സിബിൻ്റെ ലെങ്ത്തും ഒക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക. ഏകദേശം എത്രത്തോളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്ന് ഉപയോഗിച്ചൊന്ന് അവിടെ ഒന്ന് സെക്യൂർ ചെയ്യാം. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സിബ് ഒന്ന് നിവർത്തി അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ പിളർന്ന് പോരുന്ന തുണിയാണെച്ചെങ്കിൽ അവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്താലും മതി. അല്ലാത്ത പക്ഷം അവിടെ ഒന്ന് ഫോൾഡിങ് ചെയ്ത് അടിച്ചാലും പ്രശ്നമില്ല. ഏകദേശം രണ്ട് സിബും ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അല്ലാത്ത പക്ഷം നമുക്ക് കയറ്റിറക്കങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ സിംഗിൾ ചവിട്ടി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലാണ് ഫിനിഷിങ് വരുള്ളൂ. സിബ് തുറന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അറ്റം വരെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിബ് തുറക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല. പിന്നെ സിബ് ശരിയല്ലേ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ സിബ് ക്ലോസ് ചെയ്യാൻ. ഒരു വട്ടം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നിലോട്ട് വരാൻ സാധിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സിബ് ആയിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് വേറെ കളർ സിബ് എടുത്തിരിക്കാൻ കാരണം നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.